കലോത്സവ നഗരിയിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടർ സുവി വിശ്വനാഥൻ സ്ക്വയറിൽ നിന്ന് കോഴിക്കോട്. അതെ, സുവി ചേച്ചി, അയ്യോ ചേച്ചി എന്ന് വിളിക്കാം. എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ ന്യൂസ് ഡെസ്കിൽ അല്ലെങ്കിൽ ബ്യൂറോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും ഓൺ എയറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഈ വിളികളൊക്കെ ഒഴിവാക്കണം. സുവി, പ്രദീപ് എന്നൊക്കെ വിളിക്കണമെന്ന് പറയുമെങ്കിൽ നമ്മൾ അറിയാതെ അങ്ങ് വിളിച്ചു പോകുന്നതാണ്. അപ്പോൾ സുവി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? നാളെയും കൂടിയാണ് കലോത്സവം ഉള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മത്സര ഇനങ്ങളായിരിക്കും ഇന്നും നാളെയും ഒക്കെ ഉണ്ടാവുക. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കലോത്സവ വിശേഷങ്ങളുമായി ചേരുകയാണ്. അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഈ കലോത്സവ നഗരി ആകെ ആവേശ കൊടുമുടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4ാം ദിവസമാണ്. ഏതായാലും നിരവധി വാർത്തകളുണ്ട്, അതിഥികളുണ്ട്, വിശേഷങ്ങളുണ്ട്. അവയിലേക്ക് പോകാം. കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കലോത്സവത്തിന്റെ ഊർജം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. ഇന്ന് 4ാം ദിവസമാണ്. ആവേശ കൊടുമുടിയിലാണ് കോഴിക്കോട് നഗരി എല്ലാം തന്നെ. ഒപ്പം തന്നെ ഇന്ന് പ്രേക്ഷകർക്ക്, ആസ്വാദകർക്ക് ഇഷ്ടപ്പെട്ട നിരവധി ഇനങ്ങളും സ്റ്റേജിലെത്തുന്നുണ്ട്. ഒപ്പം ജില്ലകൾ തമ്മിൽ ഉള്ള മത്സരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം, കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്ത്. 1ാം നാളിൽ തന്നെ, ആദ്യ ദിവസം തന്നെ മേധാവിത്വം പുലർത്തിയ കണ്ണൂർ ഇപ്പോഴും 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 678 പോയിന്റാണ് കണ്ണൂരിന് ഉള്ളത്. അതിന്റെ തൊട്ടുപുറകിൽ 2 ജില്ലകളാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. കോഴിക്കോടിന് വെല്ലുവിളിയായിക്കൊണ്ട് പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു കാര്യമാണ്. 663 പോയിന്റാണ് കോഴിക്കോടിനും പാലക്കാടിനുമുള്ളത്. അതിന് തൊട്ടുപുറകിലായി തൃശ്ശൂരുണ്ട്, അതിന് തൊട്ടുപുറകിൽ തിരുവനന്തപുരവുമുണ്ട്. ഏതായാലും ജില്ലകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഇന്നും നടക്കുക. 54 ഇനങ്ങളാണ് ഇന്ന് വിവിധ വേദികളിലായി അരങ്ങേറുക. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ്. തിരുവാതിര ദിവസം തന്നെ ഒരു കലോത്സവ വേദിയിൽ തിരുവാതിരക്കളി എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകതയുള്ളത്. തിരുവാതിരക്കളി പ്രധാന വേദിയിലുണ്ട്. ഒപ്പം ഭരതനാട്യമുണ്ട്, കേരള നടനമുണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന നിരവധി ഇനങ്ങളാണ് ഇന്ന് കലോത്സവ വേദിയിൽ എത്തുന്നത്. ഒപ്പം ഞങ്ങളും ഈ വിവരങ്ങളെല്ലാം നിങ്ങളോടായി പങ്കുവെക്കാൻ ഉണ്ടാകും. ഒപ്പം മറ്റൊരു വിശേഷമുള്ളത്, കോഴിക്കോടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന്മാരിൽ ഒരാൾ, ആ ഒരാളെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഒന്നെത്തിക്കുകയാണ്. KK നിഷാദ്, കോഴിക്കോടിന്റെ സ്വന്തം പാട്ടുകാരനാണ്. സ്വാഗതം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? കോഴിക്കോട് വിശേഷം വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം കോഴിക്കോടിന് ഈ ഉത്സവം കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ആ ഒരു അവസരത്തിൽ ഇവിടെ എത്തിപ്പെടാനും അത് ജോയിൻ ചെയ്യാനും 2 ദിവസം ഞാൻ അവിടെ തന്നെയായിരുന്നു, ഇങ്ങനെ ഓരോ വേദികളിലായിട്ട് പഴയ ഓർമ്മകളൊക്കെ. കലോത്സവത്തിൽ എത്ര കാലം പങ്കെടുത്തു? ഞാൻ 4 വർഷത്തോളം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് മുതൽ സംസ്ഥാന കലോത്സവത്തിൽ പോകായിരുന്നു. അപ്പോൾ 7, 8, 9, 10 4 വർഷം. അതിൽ 3 വർഷം പങ്കെടുത്ത 3 വർഷവും കോഴിക്കോടാണ് കിരീടം അടിച്ചത്. അഭിമാനം. അതെ, അപ്പോൾ ഹാട്രിക് കിരീടം അടിച്ച വർഷങ്ങളിലെല്ലാം ഞാൻ കോഴിക്കോടിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള. കോഴിക്കോട് കലോത്സവം നടന്നപ്പോൾ അതിൽ പങ്കെടുത്തിരുന്നു? ഇല്ല, പങ്കെടുക്കാൻ സാധിച്ചു. അതാണ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സങ്കടം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് അത് ഏകദേശമൊക്കെ ആയി. എന്നാലും നമുക്ക് ആ ഒരു കോഴിക്കോട് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്. അത് എന്താ പറയുക, പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമാണ്. പക്ഷെ എന്നാലും അതിങ്ങനെയൊക്കെ എങ്ങനെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോട്ടത്തെ കലാകാരന്മാരെല്ലാം കലോത്സവ വേദിയിലുണ്ട്. കോഴിക്കോടത്തെ മന്ത്രി റിയാസ് മുൻപന്തിയിലുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അയ്യോ ഇത്രയും നന്മയുള്ളവരാണല്ലോ കോഴിക്കോട്ടുകാര്. ഏതായാലും ആദ്യം നമുക്കൊരു പാട്ട്, ഏതാണ് പാടാ? നിരവധി പാട്ടുകളുണ്ട്, കണ്ട് ഏതാണ് പാട്ട്? ഏത് വേണമെങ്കിൽ പാടാം. ഞാൻ ആദ്യം പാടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ട് പാടാം ഞാൻ പാടിയിട്ടുള്ളതിൽ.
പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലയിൽ കാതിൽ നിൻ സ്വരം. മനോഹരമായ പാട്ടാണ്. അതുപോലെ നിരവധി പാട്ടുകളുണ്ട്. കണ്ട് കണ്ട്, മയങ്ങിപ്പോയി, തുമ്പപ്പൂ പോലെ ചിരിച്ചു, അതെന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. താങ്ക് യു. ഈ പാട്ടുകളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഈ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്? ഞാനൊരു റിയാലിറ്റി ഷോ വഴിയാണ് വരുന്നത്. കൈരളിയും നമ്മുടെ സ്വരലയയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗന്ധർവ സംഗീതം, അതിൽ വിന്നറായിട്ടാണ്. അതിൽ വിന്നറായപ്പോൾ അതിലെ ഫൈനൽ കോമ്പറ്റീഷനിൽ ഞാൻ പാടിയൊരു പാട്ട് കേട്ടിട്ട് രാജസേനൻ എന്ന ഡയറക്ടർ, അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തരുന്നത്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുള്ളൊരു രാജകുമാരി. അപ്പോൾ അതിൽ 2 പാട്ട് പാടിയാണ് എൻ്റെ സിനിമാ സംഗീതത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് കുറച്ച് പടങ്ങൾ, ഒരു 70ഓളം പടങ്ങൾ പാടാൻ പറ്റി. മലയാളത്തിലും അതേപോലെ തെലുങ്ക്, കന്നഡ, തമിഴിലും ആയിട്ട്. ഈ കലോത്സവ വേദികൾ കുട്ടികൾക്ക് പലപ്പോഴും പല വിവാദങ്ങളും പറയാറുണ്ട് പലരും. അതായത് കലോത്സവ വേദികൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതൊരു മത്സര വേദിയാകുന്നു, വെറും ഒരു മത്സരത്തിന് വേണ്ടിയുള്ള വേദിയാകുന്നു. അത് പലപ്പോഴും പറയുന്നത് നൃത്ത ഇനങ്ങളെ കുറിച്ചാണ്. പാട്ടിന്റെ കാര്യത്തിൽ എന്താണ് അതിന്റെ ഒരു അവസ്ഥ? പൊതുവെ ഇപ്പം നമ്മൾ ഈ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, അതേപോലെ തന്നെ കലാപ്രതിഭ തിലകം പട്ടങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ തന്നെ ആ ഒരു മത്സരം കുറഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ഗിറ്റാർ മത്സരം ജഡ്ജ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം മത്സരിക്കുന്നത് കുട്ടികൾ വളരെ മുന്നിലാണ്, അവരുടെ കേൾവിയും ജ്ഞാനവും ഒക്കെ. എന്നുവെച്ചാൽ അത്രയും മീഡിയ, സോഷ്യൽ മീഡിയ വളരെ നമുക്ക് ലോകത്തിന് ഏത് ഭാഗത്തു നിന്നുള്ള സംഗീതം കേൾക്കാനും ആസ്വദിക്കാനും കഴിയും, അത് പഠിക്കാനും കഴിയും. അപ്പോൾ അവരത്രയും എക്യുപ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ മത്സരം 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എടുത്തു കളഞ്ഞോടുകൂടി തന്നെ അതിലേറ്റവും താല്പര്യത്തോടു കൂടി വരുന്ന ആളുകളായിരിക്കും ഇവിടെ. മറ്റത് ആ സ്ഥാനമോഹിയായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു 5 മിനിറ്റോ അല്ലെ 10 മിനിറ്റിൻ്റെ ആ ഒരു ഐറ്റം മാത്രം പഠിക്കാനായിട്ട് അങ്ങനെ ശ്രമിച്ച് വന്ന ആളുകളായിരിക്കും ഞങ്ങളൊക്കെ മത്സരിക്കുന്ന കാലത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പല ആളുകൾക്കും ആ മത്സരിക്കുന്ന ആ ഐറ്റത്തിൻ്റെ ആ ഒരു 10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അതിനെപ്പറ്റി വേറെ എന്ത് ചോദിച്ചാലും യാതൊരു അറിവുമില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ അത് ഒരു പക്ഷേ ഈ കാലഘട്ടം ഈ സ്ഥാനങ്ങൾ എടുത്ത് മാറ്റിയത് കൊണ്ടും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ നല്ല വശങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓരോ ഇനങ്ങളും ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു മത്സരവേദിയിൽ നിന്ന് മാറി ചിന്തിക്കുകയും ആ ഐറ്റത്തിനോടൊരു ആ ഇനത്തിനോടൊരു പാഷനോട് കൂടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അതങ്ങനെ പറയില്ലല്ലോ അദ്ദേഹം. അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും നല്ല ആർട്ടിസ്റ്റുകളും നല്ല രീതിയിലുള്ള കലകളും സൃഷ്ടിക്കപ്പെടും. അത് സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ കലോത്സവ നഗരിയിലുണ്ടായിരുന്നു. ഇന്നലെ മാപ്പിളപ്പാട്ടൊക്കെ അരങ്ങിലെത്തിയ ദിവസമാണ്. ശ്രദ്ധിച്ചിരുന്നു ഏതൊക്കെ പാട്ടുകൾ വന്നു എന്ന്? എനിക്ക് മാപ്പിളപ്പാട്ട് കേൾക്കാൻ സാധിച്ചില്ല. ഞാൻ പല പല വേദികളിലായിട്ട്, എന്തായാലും എല്ലാ വേദികളിലും ഞാൻ ലാസ്റ്റ് കണ്ടത് നാടകമായിരുന്നു. നാടകമൊക്കെ അതിഗംഭീരമായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ലെവലിലാണ് നാടകങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യപ്പെട്ടത്. അത്ര മനോഹരമായ സബ്ജക്റ്റുകളും മനോഹരമായിട്ട് അവർ നല്ല നടന വൈഭവമുള്ള കുട്ടികൾ അത് കാണാൻ സാധിച്ചു. അപ്പോൾ അതെല്ലാം വെച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഭാവി നല്ല സന്തോഷകരമായ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയുണ്ട് ഈ ആർട്ട് ഫോമിൽ. അതായത് ഈ കേരളത്തിൻ്റെ എന്താ പറയുക കലാപാരമ്പര്യം ഇനി അങ്ങോട്ട് നല്ല ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഒപ്പം പറഞ്ഞപ്പോ മാപ്പിളപ്പാട്ട്, ലളിതഗാനം, കഥാപ്രസംഗം ഒക്കെയാണ് അവതരിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഒരു മാപ്പിളപ്പാട്ട് തീർച്ചയായിട്ടും ഞാൻ അന്ന് പാടിയ പാട്ട് പാടാം, അതായിരിക്കും അതിന്റെ രസം. മുത്തു മുഹമ്മദ് മുസ്തഫ തന്റെ പദവികൾ മെത്തമരുത്തമരായ സഹാബികൾ അമ്പതിരീങ്ങളെ മുട്ടിടും നേരമ തട്ടിട് കാമൽ
കുട്ടിയുടെ മനം പൊട്ടി വിളിപ്പത് കേട്ടിടണം ശുഹദാക്കളെ. ഈ മാപ്പിളപ്പാട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗസ്റ്റായി വന്ന ഒരു അദ്ദേഹം പറഞ്ഞു, മാപ്പിളപ്പാട്ടിൽ നിലവിലുള്ള പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ടാണ് ഇപ്പൊ മാപ്പിളപ്പാട്ട് സഞ്ചരിക്കുന്നത്. ആ വിമർശനത്തെ എങ്ങനെ കാണുന്നു? അത് എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം എല്ലാത്തിനും പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് എല്ലാ മ്യൂസിക് മേഖലയിലും അതുപോലെ തന്നെ മറ്റ് ആർട്ട് ഫോമിലും എല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ ജനറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം വരുന്നത്. നല്ലതാണ്, നല്ല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ നല്ലതല്ല. അപ്പോൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ ഓരോ ആർട്ട് ഫോമിനും അതിൻ്റേതായൊരു തനിമയുണ്ടല്ലോ. അതിൻ്റെ ഒരു അത് നഷ്ടപ്പെടാതെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും അതിന്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് നല്ലത് തന്നെയാണ്. അതിൻ്റെ ആ കോർ എന്ന് പറയുന്നത് നഷ്ടപ്പെടാതെ, അതിൻ്റെ സോൾ നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുന്നു എന്നാണ് ചിലർ പറയുന്നത്. തോന്നിയോ അങ്ങനെ? എനിക്ക് അത് എല്ലാത്തിനും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ ആർട്ട് ഫോമും അതിൻ്റെ മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോവും, അതിൻ്റെ ഇതിലേക്ക് പോകും. അപ്പോൾ ആ എക്സ്ട്രീമിറ്റിയിൽ, അതായത് ആ മാറ്റത്തിൻ്റെ ഒരു അങ്ങേയറ്റം എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് ചിലത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നതും ഉണ്ടാവും, മനഃപൂർവ്വം ചെയ്യുന്നതും ഉണ്ടാവും. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായ സമയത്ത് നമുക്ക് നമ്മളെപ്പോഴും എന്താണ് ട്രെൻഡി ആയിട്ട് എന്താണ്, അല്ലെങ്കിൽ എന്താണ് വൈറലാവുന്നത്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ ബോധപൂർവം ചെയ്യുമ്പോൾ അത് ആളുകൾ കൂടുതൽ കാണാൻ ഇടയാവുന്നു. അതാണല്ലോ അതിൻ്റെ. അപ്പോൾ ചിലപ്പം തനിമ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയേക്കാം. അതാണ്. സിനിമയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഏത് തരം പാട്ടുകളാണ് ഇഷ്ടം പാടാൻ? സത്യം പറഞ്ഞ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സിനിമ സംഗീതം ഒരു മ്യൂസിക് ഡയറക്ടർ കീഴിലാണ് നമ്മൾ പാടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ട്യൂണിനെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കമ്പോസറെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പാടാണ്. 100% സാറ്റിസ്ഫൈ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് 100% നമുക്ക് കൊടുക്കാൻ ഒരിക്കലും സാധിക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് ഒരു സന്തോഷപൂർവമായ വരുന്നത് വരെ, അതുവരെ പാടുമ്പോൾ ടെൻഷനില്ല, അതുവരെ പാടാൻ ശ്രമിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഏത് തരം പാട്ടായാലും, അതാണ് ഞാൻ പറഞ്ഞത്, ഏത് തരം പാട്ട്. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് ഏത് തരം പാട്ട് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ശബ്ദവും സംഗീതവും അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന, അത് ഹിറ്റാവുന്ന ഒരു ആളുകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അതാണ്. ഇനി ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു തുമ്പപ്പൂവ്. ആ പടം അത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പാട്ട് ജനങ്ങൾ എപ്പോഴും പാടുന്നുണ്ട്. നല്ലൊരു പ്രണയഗാനം എന്നാണ് പറയുന്നത്. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ഈ കലോത്സവ വേദികൾ ഈ സിനിമയിലേക്കുള്ള പ്രവേശന വേദികളാണ് എന്ന് ചിലർ പറയാറുണ്ട്. ഈ പാട്ടിന്റെ കാര്യത്തിൽ അതാണോ സത്യം? പാട്ടിന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ സ്വന്തം അനുഭവം അങ്ങനെയുണ്ട്. എനിക്ക് ഞങ്ങളുടെ ഒക്കെ സമയത്തും ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം. മേ ബി ഇപ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. കാരണം അന്ന് പാട്ടിൻ്റെ വേദിയേക്കാളും നാട്യവേദികൾ, അപ്പോൾ ഡാൻസ് ഫോമുകൾ, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അതിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് സിനിമയിലേക്കൊരു എൻട്രി എളുപ്പമായിരുന്നു. പാട്ടിൻ്റെ സമയം എന്ന് വെച്ചാൽ നമ്മുടെ ആ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12th പീരീഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു മെയിൽ വോയിസ് ആണെങ്കിൽ അവരുടെ ഒരു വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ കൃത്യമായൊരു ജഡ്ജ്മെൻറ്റ് അവരുടെ ശബ്ദത്തിന് ഉണ്ടാവും. അന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ പാട്ടിൽ അങ്ങനെ വിജയിച്ചിട്ടുള്ള ആളുകൾ ആ സമയത്തൊന്നും സിനിമയിലേക്ക് എൻട്രി ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ സാധിച്ചേക്കാം.
കാരണം ഇപ്പം പുതിയ വോയിസസ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ഓരോ ദിവസം എല്ലാവർക്കും പാട്ട് പാടാമെന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പം ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഗായകർ അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഗായകർ അവർ ചിലപ്പോൾ തിരഞ്ഞെടുത്തേക്കാം, ഉറപ്പായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഈ കോഴിക്കോടാണ്, കോഴിക്കോട് വന്നിട്ട് നമ്മൾ കല്ലായി കടവത്ത് പാടാതെ വിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. ഉറപ്പായിട്ടും പാടാം. കല്ലായി കടവത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പെരുമഴക്കാലം എന്ന സിനിമയിൽ ആ സിനിമയോടൊപ്പം സംഗീതത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കലാകടവത്ത് പാടിയിരിക്കുന്ന ജയേട്ടനും സുജാ ചേച്ചിയാണ്. ആ വർക്കിൻ്റെ കൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ ഓർമ്മയാണ്. അതിൽ എല്ലാ പാട്ടുകളും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയിന്നും ഉറങ്ങിയില്ല, മധുമാസരാവും വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ നീ കണ്ടില്ലേ. വളരെയധികം നന്ദി പാട്ടുകൾ പാടിയതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന്. താങ്ക് യു സുവി, താങ്ക് യു ന്യൂസ് 18 കേരളം. ഒരുപാട് സന്തോഷം. ഒരുപാട് കാലം ന്യൂസ് 18ലേക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് വിളിച്ചപ്പോഴൊന്നും എത്താൻ പറ്റിയില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക്, അതായത് എൻ്റെ നാട്ടിൽ ഈ കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഒരു സമയത്ത് ന്യൂസ് 18നോടൊപ്പം ചേരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.